ആലപ്പുഴയിൽ 60 വയസ്സുകാരെ കൊന്നു കുഴിച്ചിട്ടതായ സംശയം. ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ ആലപ്പുഴ ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടതായ സംശയം. സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചെയ്തു. മനീഷ്, എന്താണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം? എവിടെയാണ് ഇപ്പോൾ ഈ പോലീസ് സംഘം പരിശോധന നടത്തുന്നത്? വീടിന് സമീപത്ത് തന്നെയാണോ? സുഹേൽ, എന്താണെങ്കിലും സംശയം അല്ല, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊലപാതകമാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് പടിഞ്ഞാറ് വശമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 60 വയസ്സുള്ള റോസമ്മയാണ് കഴിഞ്ഞ 18-ാം തീയതി മുതൽ കാണാതായിട്ടുള്ളത്. നിലവിൽ പോലീസ് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്നത് കഴിഞ്ഞ 17-ാം തീയതി രാത്രിയാണ് സഹോദരൻ ബെന്നി കൊലപ്പെടുത്തി ബെന്നിയുടെ തന്നെ വീടിൻ്റെ പിൻഭാഗത്തെ കുഴിച്ചിട്ടതായാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. ഇവൻ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ സഹോദരൻ ബെന്നിയുടെ വീടിൻ്റെ പിൻഭാഗത്തെ അവിടെ കുഴിച്ചിട്ടു എന്നാണ് ഈ പ്രതി ബെന്നി ബന്ധുക്കളോട് മൊഴി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തി. ആലപ്പുഴ നോർത്ത് പോലീസ്, ഒപ്പം തന്നെ ആലപ്പുഴ DYSP, റവന്യൂ സംഘം അടക്കം എത്തിയാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അത് പൂർണ്ണമായും പുറത്തെടുക്കണം. 17-ാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നതാണ് പോലീസ് പറയുന്നത്. ഇതിന് കാരണമായിട്ടുള്ളത് 60 വയസ്സുള്ള റോസമ്മയ്ക്ക് പിന്നീടൊരു വിവാഹ ആലോചന വന്നു. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സഹോദരൻ ഇത് എതിർത്തു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. അന്ന് 17-ാം തീയതി രാത്രി ഇവർ തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ ഈ വിഷയം, ഒപ്പം തന്നെ ഈ സഹോദരൻ ബെന്നിയുടെ മരണപ്പെട്ടു പോയ ഭാര്യയെപ്പറ്റിയും ചില ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇത് ബെന്നിക്ക് പ്രകോപനമുണ്ടാക്കി. അങ്ങനെ ഹാമറിന് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. പിന്നീട് മരണപ്പെട്ടു എന്ന് കൊല ചെയ്തു എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരൻ ബെന്നി അയാളുടെ വീടിൻ്റെ പിൻഭാഗത്ത് തന്നെ രാത്രിയിൽ കുഴിയെടുത്ത് ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയതും സഹായിക്കാൻ മറ്റാരുമില്ലായിരുന്നു. കുഴിയെടുത്തതും സഹോദരി റോസമ്മയെ കുഴിച്ചിട്ടതും താൻ ഒറ്റയ്ക്കാണെന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ കുഴിയെടുത്ത് 17-ാം തീയതി കുഴിച്ചിട്ടു. 18-ാം തീയതി മുതൽ കാണാതായി. ഈ സഹോദരൻ ബെന്നിയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് റോസമ്മ താമസിക്കുന്നത്. റോസമ്മ ഇളയ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ എപ്പോഴും വരുന്നത് ഈ വീട്ടിലായിരുന്നു. ഈ വീട്ടിലെത്തിയായിരുന്നു ഭക്ഷണം കഴിച്ചു. അതായത് സഹോദരൻ ബെന്നിയുടെ വീട്ടിലെത്തിയായിരുന്നു 3 നേരം ഭക്ഷണം കഴിക്കുന്നത്. കിടക്കുന്നത് മാത്രമായിരുന്നു തൊട്ടടുത്ത് സ്വന്തം വീട്ടിലുണ്ടായിരുന്നത്. ഈ 18-ാം തീയതി മുതൽ കാണാതായി. പക്ഷേ വീട്ടുകാർ വിചാരിച്ചു ഈ വീട്ടുജോലിക്ക് പോകുന്ന ആളാണ് റോസമ്മ, അതുകൊണ്ട് തന്നെ വീട്ടുജോലിക്ക് പോയി ചില ദിവസങ്ങൾ അവിടെ തങ്ങാറുണ്ട്, അങ്ങനെ താമസിച്ചതാകും എന്ന് കരുതി പിന്നീട് ആലപ്പുഴ നോർത്ത് പോലീസിൽ പരാതി കൊടുത്തു. നോർത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുക്കളെയും മറ്റുള്ളവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്തു, അങ്ങനെ മൊഴിയെടുത്തു. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ക്ലൂ പോലീസിന് കിട്ടുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ ബെന്നി ചിലരോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് സഹോദരിയെ താൻ അടിച്ചപ്പോൾ അത് മർമ്മത്തായി പോയി, അത് ഹാമർ കൊണ്ടാണ് അടിച്ചത്, അങ്ങനെ വീടിൻ്റെ പിൻഭാഗത്തായി കൊന്നു കുഴിച്ചിടേണ്ടി വന്നു എന്ന് ചില അടുത്ത ബന്ധുക്കളോട് മൊഴി നൽകി. അങ്ങനെ അത് പോലീസിനോട് അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആലപ്പുഴ പൂങ്കാവ് ബെന്നിയുടെ വീട്ടിലെത്തി. ബെന്നിയുടെ വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ച് അവിടെ പരിശോധന നടത്തി. ഇവിടെ നിലവിൽ സ്ഥലത്ത് വലിയ രീതിയിലുള്ള ദുർഗന്ധമുണ്ട്. ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. പൂർണ്ണമായും എടുക്കുന്ന റവന്യൂ സംഘവും ഫോറൻസിക് സംഘവും ആലപ്പുഴ നോർത്ത് പോലീസും ആലപ്പുഴ DYSP ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് എത്തും. എന്താണെങ്കിൽ കൊലപാതക കാരണം പെട്ടെന്നുള്ള പ്രകോപനമാണെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരന്മാരാണ് ഈ റോസമ്മയും ബെന്നിയും. എന്താണെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവത്തിൻ്റെ ഒരു കാണാതായ സംഭവത്തിൻ്റെ ചുരുളഴിയുന്നതും. അത് സഹോദരൻ ബെന്നി തന്നെയാണ് സ്വന്തം സഹോദരിയെ ഹാമറിന് കൊലപ്പെടുത്തിയ ശേഷം വീടിൻ്റെ പിൻഭാഗത്തായി കുഴിച്ചിട്ടതായി മനസ്സിലായത്. സുഹേൽ, ശരി, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിലാണ് സഹോദരൻ 60 വയസ്സുകാരിയെ സഹോദരൻ ചുറ്റിക വെച്ച തലക്കടിച്ച് കൊലപ്പെടുത്തി വീടിന് സമീപം തന്നെ കുഴിച്ചിട്ടത്. ചെറിയ പ്രകോപനം, ആ പ്രകോപനത്തിൽ ഹാമർ കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം പോലീസ് സഹോദരന്റെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.